കുടുംബത്തിൻ്റെ ഐക്യമാണ്. ഇന്ന് കുടുംബത്തിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിലൊക്കെ പിണങ്ങിക്കൊണ്ടിരിക്കുക. ഈ കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല 1 സെൻറ്റ് ഭൂമിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉമ്മ സ്ഥലം ഭാഗിച്ചപ്പോൾ മോനോട് വേറൊരു പക്ഷപാതിത്വം കാണിച്ചു എന്നും പറഞ്ഞു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. വിട്ടുവീഴ്ച ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ? ഫുത്തിഹത്ത് അബ്വാബുസ് സമാ. നമുക്കെന്തെങ്കിലും കിട്ടാനുള്ള കാര്യം കിട്ടിയില്ല, കുറച്ചൊരു നഷ്ടം വന്നുപോയി, ഒരു 2 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുത്തേക്ക്. നമുക്കൊക്കെ ജീവിതത്തിൽ അത് അനുഭവ പാഠമാണ്. അതുകൊണ്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അങ്ങനത്തെ അറുക്കും പിശുക്കും 1 സെൻറ്റിന് വേണ്ടിയുള്ള തള്ളലുകളും, അല്ലെങ്കിൽ പഴയ കാലത്ത് അവൻ എൻ്റെ മോളെ കല്യാണത്തിന് തലേന്ന് വന്നില്ല അതുകൊണ്ട് ഞാൻ തലേന്ന് പോകൽ, ഇപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കുനിഷ്ട്. സ്ത്രീകൾക്കിടയിൽ അത് കൂടുതൽ. നിങ്ങൾ പിന്നെ ഈ കുടുംബമായതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അവൾ കല്യാണത്തിൻ്റെ അന്ന് 12 മണിക്ക് ഒരുങ്ങിയിട്ടാണ് വന്നത്, നമ്മളും അങ്ങനെ പോയാൽ മതി എന്നൊക്കെയാണ് നമുക്കിടയിലുള്ള സംസാരം. ഇതൊക്കെ ഒരു വൃത്തികെട്ട മൃഗത്തിൻ്റെ സ്വഭാവമാണ്. അങ്ങോട്ട് ചോറ് നല്ലപോലെ കൊടുത്താൽ വാലാട്ടിങ്ങനെ നിൽക്കും, അങ്ങോട്ട് കല്ലെടുത്തെറിഞ്ഞാൽ കുറച്ചും കണ്ട് ചാടും. അതൊരു മൃഗത്തിൻ്റെ സ്വഭാവമാണ്. ആ മൃഗത്തിൻ്റെ പേര് ഇപ്പം മൈക്കിൽ കൂടി പറഞ്ഞില്ല, നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അതിൻ്റെ സ്വഭാവമാണ്. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് അതേപോലെ നിൽക്കൽ. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇങ്ങോട്ട് എങ്ങനെ നിന്നാലും വേണ്ടില്ല, നമ്മൾ നമ്മുടെ പ്രകൃതിയെ കാണിക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കും. ഇതൊരു ഉപദേശമല്ല, എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരു അപേക്ഷയാണ്. നമ്മളോട് പലരും പലതും ചെയ്യും, പക്ഷേ നമ്മൾ നമ്മുടെ പ്രകൃതമേ പുറത്തെടുക്കാവൂ. അല്ലാതെ ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നമ്മൾ ചീത്ത പറയരുത്. ഒരാൾ ഇങ്ങോട്ട് കുറ്റപ്പെടുത്തിയെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങോട്ട് കുറ്റപ്പെടുത്തുക. ഒരു സ്റ്റാൻഡേർഡായ ഒരു മനുഷ്യന് ചേർന്നതല്ല അത്. ഒരു സ്റ്റാൻഡേർഡായ മനുഷ്യന് മൂത്തച്ചി അങ്ങനെ പറഞ്ഞ്, അപ്പം നിങ്ങൾ ഇങ്ങനെ പറയാൻ നിൽക്കുക. മൂത്തച്ചിയുടെ സ്വഭാവം മൂത്തച്ചി എടുക്കുന്നു, ഇളച്ചിയുടെ സ്വഭാവം ഇളച്ചി എടുക്കുന്നു. അങ്ങനെയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചിലപ്പോൾ ബുറാക്ക് സദൽവിയൊക്കെ കുറേ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമായിരിക്കും. ഇത് യൂട്യൂബൊക്കെ നല്ലോണം കാണുന്ന ആളാണ്. അദ്ദേഹം 2 കുടുംബക്കാരെ കൊണ്ടുവന്നു. ഞാനതിൻ്റെ എൻ്റെ ഒന്നും പറയുന്നില്ല. അതിൽ മൂത്തച്ചി ഇളച്ചിയും തമ്മിലുള്ള പ്രശ്നമാണ്. അങ്ങനെ മൂത്തച്ചി ഒരു പാവാന്ന് എനിക്ക് ആദ്യം തന്നെ തോന്നി. എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ വൈഫിന് വരെ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഇവർ അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഒരു മൂലക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ഇളയാൾ ഭയങ്കര ജഗല തോന്നുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണട്ടാന്ന് പറഞ്ഞു. വൈഫ് എന്നോട് പറഞ്ഞ പോലെ തന്നെ ഇളയാൾ ജഗലയിരുന്നു. ബാക്കി കഥകൾ ഞാൻ പറയുന്നില്ല. പറഞ്ഞതെന്തെന്ന് ചോദിച്ചാൽ, ആ മൂത്തച്ചി എന്ന് സങ്കടത്തോടെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. ഇവർക്ക് അസ്മാവ് ചെയ്തതെന്നാണ് കുറ്റം. ഇളയച്ചയ്ക്ക് ഇയാൾ അസ്മാവ് ചെയ്തു എന്നുള്ളതാ പ്രശ്നം. മൂത്തച്ചി പറയും, അസ്മാവ് എന്ന് പറഞ്ഞ സാധനം തന്നെ എനിക്കറിയില്ല സാർ. അപ്പോൾ ആ കരച്ചില്ല പറച്ചില്ല ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലക്ക് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഇവർക്ക് സത്യം ചെയ്യണമെന്നായി. അതിന് ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ എന്നാൽ സത്യം, ഞാൻ ഈ സത്യമൊന്നും ചെയ്യിപ്പിക്കലില്ല. അപ്പോൾ കൊടിഞ്ഞിപ്പള്ളിക്കൊക്കെ പോവുകയാണെന്ന് പറഞ്ഞ് ബുറാക്ക് സദൽബിയൊക്കെ പറഞ്ഞ്, അല്ല ഇവിടെ തന്നെ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞ് എല്ലായിടത്തും മുസാഫ് ഒന്ന് തന്നെയല്ലേ എന്നും ചോദിച്ച് മൂപ്പരായിലടക്ക്. അപ്പോൾ ഏതായാലും മുസാഫൊക്കെ എടുത്ത് സത്യം ചെയ്യാൻ നേരത്തെ എനിക്കതൊന്നും അത്ര ഇഷ്ടമല്ല. കാരണം മുസാഫ് തൊട്ടിട്ടൊന്നും സത്യം, അതൊക്കെ വലിയ വലിയ സ്ഥലത്ത് നടക്കേണ്ടതാണ്. ഞാൻ പക്ഷെ ഒരു സൈക്കോളജി ഉപയോഗിച്ചതാണ്. അപ്പം പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് ഇവിടുന്ന് സത്യം ചെയ്യാം. അപ്പോൾ ഇളയാൾ പറഞ്ഞ്, ഞങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യണ്ട, ഞങ്ങൾക്ക് കൊടിഞ്ഞിന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മൂത്താളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടുന്ന് സത്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ മുസാഫ് എടുത്തിട്ട് ഈ സ്ത്രീൻ്റെ വാപ്പൻ്റെ കൈ കൊടുത്ത്, വാപ്പൻ്റെ കൈയുള്ള മുസാഫിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ആ സ്ത്രീ ഒറ്റ കരച്ചിലാണ്. ഞാനതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ്. 24 മണിക്കൂറാകുന്നതിന് മുമ്പേ ഇതിൻ്റെ അവസ്ഥകൾ നമ്മൾ അറിയുന്നു. വെറുതെ സൈക്കോളജിക്കലി പറഞ്ഞതാണ്. ആരും എനിക്കൊരു പ്രത്യേകതയും കൽപ്പിക്കാതെ, അതുകൊണ്ട് മനഃശാസ്ത്രപരമായ ഡയലോഗ് അടിച്ചതാണ്. പക്ഷേ പിറ്റേന്ന് ഞാൻ എറണാകുളത്ത് ഇന്ന് പരിപാടി. അങ്ങനെ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ മടങ്ങുമ്പോൾ ബുറാക്ക് സദൽബിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ പ്രസ്ഥാനത്തിലേറ്റാണ് ഇപ്പം നിങ്ങൾ, എനിക്ക് പ്രത്യേകിച്ച് പ്രസ്ഥാനമൊന്നുമില്ല, ഞാൻ എല്ലാവരോടും ഒരേ മൈരിയാണ്, ഞങ്ങളെ പ്രസ്ഥാനത്തിലേറ്റാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചപ്പോപ്പ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു മൂലക്ക് ഇരുത്തിയിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചു എന്തിയെന്ന് ചോദിച്ചു. ആ പെണ്ണിനെ പിടിച്ചു എന്നാണ്. ഏത് പെണ്ണിനെ? 2ാമത്തെ പെണ്ണിനെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോടൊപ്പം നടുറോട്ടിൽ വെച്ച് പിടിച്ചു എന്ന് പറയാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ ആരെ കരയിപ്പിച്ചാലും തിരിച്ചു വരും അത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉഡായിപ്പ് കളിച്ചാൽ നമുക്ക് തിരിച്ചു വരും അത്. കാരണം നമ്മൾ സത്യത്തോട് കളിക്കരുത്, നമ്മൾ അള്ളാഹുവിനോട് കളിക്കരുത്. അള്ളാഹു അങ്ങനെ നമ്മുടെ കളിക്ക് വേണ്ടി നിന്ന് തരുന്ന ഒരു വിഡ്ഢിയല്ല. ഇത് ഇക്ബാലിൻ്റെ വരിയാണ്. അല്ലാമ ഇക്ബാൽ പറയുന്നുണ്ട്, മനുഷ്യന്മാരുടെ കോപ്പരായങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒന്നല്ല അള്ളാഹു. അള്ളാഹു സർവശക്തനാണ്. ഹീസ് omnipotent and omniscient.
അവൻ സർവജ്ഞനും സകല കാലത്തേക്കും വേണ്ടുന്ന അധികാരിയുമാണ്. അതുകൊണ്ട് അവൻ്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ജ്യേഷ്ഠത്തെയും അനുജത്തെയും തമ്മിൽ, ഇളയച്ചിയും മുത്തച്ഛിയും തമ്മിൽ, നാത്തൂനും തമ്മിൽ, അമ്മായിമ്മയും മരുമക്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്നത്തോടു കൂടിയിട്ട് തീരണം. ഞാൻ ഉപദേശിക്കല്ല, തീർന്നില്ലെങ്കിൽ അതിൻ്റെ അടി നമുക്ക് തന്നെയാണ് തിരിച്ചെത്തുക എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ജ്യേഷ്ഠത്തി അനുജത്തി എന്ന് പറഞ്ഞാൽ മൂത്തച്ഛിയും ഇളയച്ചി, ഇവിടെ എന്തെങ്കിലും പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാടിൻ്റെ മലബാറിൻ്റെ ഒരു പ്രയോഗമാണ്. ചിലടത്ത് ജ്യേഷ്ഠത്തി അനുജത്തി എന്ന് പറയും, ചില പ്രയോഗത്തിൽ അങ്ങനെ പറ്റില്ല. എന്നാലും ജ്യേഷ്ഠൻ്റെ ഭാര്യയും അനുജൻ്റെ ഭാര്യയും ദേഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ സമ്പർക്കം പുലർത്തുന്നതെങ്കിൽ ഇപ്പോഴും നിങ്ങളെ ചുട്ടിലിങ്ങനെ വന്നിട്ട് ചെയ്ത്തങ്ങനെ പറഞ്ഞുതരും, സൗഫ മൂത്തച്ഛനോട് നന്നാവണം, പക്ഷെ ഇന്നല്ല, കുറച്ചാണ്ട് കഴിയട്ടെ. അങ്ങനെ മരണം വരെ കൊണ്ടുപോകും. മരണം വരെ കൊണ്ടുപോകാണ്ട് ചെയ്ത്താൻ. എന്നിട്ടൊരൊറ്റ പിടുത്തമാണ്. ജ്യേഷ്ഠാനുജന്മാരെയും ഒരു പിടുത്തമാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. അന്നത്തെ ദിവസം സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ ഭയന്നോടുന്ന ദിവസമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അവിടെ ആദ്യം പറയുന്ന വാക്ക് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സഹോദരന്മാർ തമ്മിൽ പിണങ്ങിയോടുന്ന ദിവസമെന്നാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു സ്ത്രീകളെയും ഞാൻ കുഴക്കുകയല്ല, ഇവിടുത്തെ സ്ത്രീകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ആണുങ്ങളോട് ഒരു വാക്ക്, അഥവാ ഏതെങ്കിലും ഭാര്യമാരുടെ മർമ്മരങ്ങൾ കേട്ട്, ഏതെങ്കിലുമൊക്കെ തലയണ മന്ത്രങ്ങൾ കേട്ട് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. കാരണം ഈ ലോകത്തിൽ ആദ്യത്തെ പ്രശ്നമുണ്ടായത് ഒരു ജ്യേഷ്ഠനും അനുജനും തമ്മിലാണ്, ഹാബീലും കാബീലും. അതിൻ്റെ കാരണം ഒരു പെണ്ണാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാബീല് പോലെ ഇനിയും കാലഘട്ടങ്ങളിലൂടെ ഒരുപാട് ഹാബീലും കാബീലും ഉണ്ടാകുമെന്നതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയിട്ടുള്ളത്, അള്ളാഹു ആയത്തിറക്കിയിട്ടുള്ളത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്മാർ തമ്മിൽ പിണങ്ങിയോടുന്ന ദിവസമെന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ വലിയൊരു ബന്ധമുണ്ടാകണം. ദാ ഇവിടെ ഇപ്പോൾ കുടുംബത്തിലെ കാരണവന്മാരിയ്ക്കുന്നു. ഈ കാരണവന്മാർ ഇന്ന് സന്തോഷത്തിലാണ്. ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത യുവാക്കളും സന്തോഷത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ ദാ നിറക്കണ്ണുകളോടെ അവരെ കുടുംബത്തെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചല്ലോ എന്നൊരു സന്തോഷം അവർക്കുണ്ട്. ഇനി ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, കുടുംബനാഥന്മാർ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. ഞാൻ ഉപദേശിക്കുകയല്ല, എന്നാലും പറഞ്ഞോട്ടെ, ഞാനും ഒരു കുടുംബനാഥനാണ്. എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ അഥവാ പേരിൽ ഞാൻ തന്നെയാണ്. ആ ഒരർത്ഥത്തിൽ വരുമ്പോൾ ഞാനൊരു കാഴ്ചപ്പാടുള്ള ആളായിരിക്കണം. എൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കണം, എൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണം, എൻ്റെ കുടുംബം എങ്ങനെയായിരിക്കണം, എൻ്റെ ഉമ്മയും അതേപോലെ തന്നെ എൻ്റെ ഉപ്പയും എൻ്റെ പെങ്ങളും എൻ്റെ ജ്യേഷ്ഠത്തെയും അനുജത്തെയും എല്ലാവരും എങ്ങനെയായിരിക്കണം. ഈ ഒരു കാഴ്ചപ്പാട് കുടുംബനാഥന് നിർബന്ധമാണ്. അല്ലാത്തവരെ കുടുംബനാഥൻ എന്ന് പറയാൻ പാടില്ല. സ്വന്തം ഭാര്യയുടെ വാക്കുകൾ മാത്രം കേട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വാക്ക് മാത്രം മുഖവിലക്കെടുത്തിട്ട് മുന്നോട്ട് പോയിട്ട് മറ്റെല്ലാവരെയും ചവിട്ടിയരക്കലാണ് നമ്മുടെ പണിയെങ്കിൽ നമുക്കൊരിക്കലും കുടുംബനാഥ എന്ന് പറയാൻ കഴിയില്ല, കുടുംബനാഥൻ എന്നും പറയാൻ കഴിയില്ല. പിന്നെന്താ വേണ്ടേ? എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്നവനാണ് കുടുംബനാഥൻ. പെങ്ങൾക്ക് തോന്നണം ആങ്ങളെ എന്നോടൊപ്പമാണ്, ഭാര്യയ്ക്ക് തോന്നണം ഭർത്താവ് എന്നോടൊപ്പമാണ്, ഉമ്മാക്ക് തോന്നണം എൻ്റെ കുട്ടി എന്നോടൊപ്പമാണ്. ഇങ്ങനെ എല്ലാവരോടും ഒരേ രീതിയിൽ നീതിയുക്തമായി പോകുന്ന ഒരാൾക്കാണ് കുടുംബനാഥൻ എന്ന് പറയാം.